നമസ്കാരം. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനെതിരെയും അന്വേഷണം ഇപ്പോൾ കൂടുതൽ ശക്തമാക്കുകയാണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രധാന ലക്ഷ്യം അത് മകൾ മാത്രമല്ലെന്നും ഭരണത്തിന് തലപ്പത്തിരുന്ന വ്യക്തിയാണെന്നും പരാതിക്കാരൻ മുൻപ് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. തനിക്കെതിരെ അന്വേഷണം ഉണ്ടാകില്ലെന്ന മുൻ മുഖ്യമന്ത്രിയുടെ കണക്കുകൂട്ടലുകളെയൊക്കെ തന്നെ തെറ്റിച്ചാണ് അന്വേഷണ സംഘം നിലവിലിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് ഔദ്യോഗിക വസതിയിൽ പരിശോധന നടന്നപ്പോൾ തന്നോട് ചോദ്യങ്ങളൊന്നും ഉന്നയിച്ചില്ലെന്ന ആശ്വാസത്തിലായിരുന്നു അദ്ദേഹം. എന്നാൽ നിയമപരമായിട്ടുള്ള സംരക്ഷണങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷ പദവിയിലേക്ക് അദ്ദേഹം മാറിയതെങ്കിലും കേന്ദ്ര ഏജൻസികളുടെ തുടർന്നുള്ള നടപടികളൊക്കെ തന്നെ ആ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കുന്നതായിരുന്നു. തലസ്ഥാനത്തെ ഔദ്യോഗിക വസതി ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവികാസങ്ങളും മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ഔദ്യോഗിക വസതിയിൽ നിന്ന് മാറുമ്പോൾ വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാങ്കേതികമായിട്ട് അന്വേഷണ സംഘത്തിന് ഈ നീക്കങ്ങളെല്ലാം നിരീക്ഷിക്കാനായിട്ട് സാധിച്ചു. താൽക്കാലിക താമസ സ്ഥലങ്ങളിലേക്കും മറ്റ് കേന്ദ്രങ്ങളിലേക്കും രേഖകൾ മാറ്റാൻ ശ്രമിച്ചെങ്കിലും നിർണായക തെളിവുകൾ കണ്ടെത്താൻ ഇഡിക്ക് കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. മുൻപ് സ്വന്തം തറവാട്ട് വീട്ടിൽ നടത്തിയ പരിശോധനകളിൽ ഒന്നും കണ്ടെത്തിയില്ലെന്ന് പാർട്ടി പ്രകീർത്തിച്ചിരുന്നെങ്കിലും തലസ്ഥാനത്തെ താൽക്കാലിക കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ നിർണായകമായിട്ടുള്ള പല രേഖകളും സാങ്കേതികപരമായിട്ടുള്ള പല ഉപകരണങ്ങളും പിടിച്ചെടുക്കാനായിട്ട് ഇഡിക്ക് സാധിച്ചു. ഈ കണ്ടെത്തലുകളാണ് നിലവിലെ കേസിന് നിർണായകമായ വഴിത്തിരിവ് നൽകിയത്. പരിശോധനയ്ക്കിടെ ലഭിച്ച ഡിജിറ്റൽ തെളിവുകളും രേഖകളുമാണ് കേസിൽ പ്രധാന തിരിച്ചടിയായത്. മകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണ്, സാമ്പത്തിക വിവരങ്ങൾ അടങ്ങിയ ചുവന്ന ഡയറി, വിവിധ സാമ്പത്തിക ഇടപാടുകളുടെ പേപ്പറുകൾ, അതോടൊപ്പം തന്നെ വസ്തുവകകളുടെയൊക്കെ തന്നെ രേഖകൾ എന്നിവയാണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. ഈ ഡയറിയിലെ ആദ്യ പേജുകളിൽ രേഖപ്പെടുത്തിയിരുന്ന വിവരങ്ങളും ഐഫോണിൽ നിന്ന് വീണ്ടെടുത്ത വിവിധ കമ്പനികളുമായിട്ടുള്ള സാമ്പത്തിക ഇൻവോയ്സുകളുമൊക്കെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇത്തരത്തിൽ ലഭിച്ച വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് വ്യക്തിപരമായ സാമ്പത്തിക സ്രോതസ്സുകളിലേക്കും അതിൻ്റെ ഉറവിടങ്ങളിലേക്കുമൊക്കെ അന്വേഷണം നീളാനായിട്ട് ഇടയായത്. ന്യൂഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ച അപേക്ഷയിലൂടെയാണ് അന്വേഷണത്തിലെ ഞെട്ടിക്കുന്ന മൊഴികളും കണ്ടെത്തലുകളുമൊക്കെ തന്നെ പുറത്തു വന്നത്. കേസിൽ ഉൾപ്പെട്ട സ്വകാര്യ ഖനന കമ്പനിയുടെ ഉടമ നൽകിയ മൊഴിയും പിന്നീട് ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴികളുമൊക്കെ റിപ്പോർട്ടിൻ്റെ ഭാഗമാണ്. കമ്പനിക്ക് മകളുമായിട്ട് നേരിട്ട് സേവനപരമായിട്ടുള്ള കരാറുകൾ ഇല്ലായിരുന്നുവെന്നും അന്നത്തെ ഭരണാധികാരിയിൽ നിന്ന് ലഭിച്ച രാഷ്ട്രീയ സഹായങ്ങൾക്കാണ് ഈ പണം നൽകിയതെന്നുമാണ് അന്വേഷണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തീരദേശ ഖനനവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് പകരമായാണ് പ്രതിമാസ തുകകൾ അനുവദിച്ചതെന്ന കണ്ടെത്തൽ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. നിർദ്ദിഷ്ട സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെങ്കിലും കോടിക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടതായിട്ട് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. എക്സാലോജിക് എന്ന സ്ഥാപനത്തിന് പുറമെ ലാക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പേരിലുള്ള മറ്റൊരു സ്ഥാപനത്തെക്കുറിച്ചും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വലിയ വരുമാനമോ ബിസിനസ് പ്രവർത്തനങ്ങളോ ഇല്ലാത്ത ഈ കടലാസ് കമ്പനികളുടെ പേരിൽ കോടികളുടെ പണമിടപാടുകളാണ് നടന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സാലോജിക്ക് മറ്റ് സ്ഥാപനങ്ങൾ, വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവയിലുള്ള ബാക്കി തുകകൾ മരവിപ്പിക്കുന്നതിനായിട്ട് ഇഡി അഡ്ജുഡിക്കേഷൻ ഓഫീസിനെ സമീപിക്കുകയായിരുന്നു. ഈ പുതിയ കണ്ടെത്തലുകളും അക്കൗണ്ട് മരവിപ്പിക്കൽ നടപടികളും ഒക്കെ തന്നെ പുറത്തു വരുമ്പോൾ മുൻ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലായിരുന്നു. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കങ്ങളാണെന്നും തനിക്കെതിരെ യാതൊരുവിധ തെളിവുകളുമില്ലെന്നും പറഞ്ഞ് അദ്ദേഹം ആരോപണങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിച്ചു. മാധ്യമങ്ങളിലൊക്കെ വരുന്നത് വെറും വ്യാജ വാർത്തകൾ മാത്രമാണെന്നും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കട്ടെ എന്നുമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞത്. മുൻകാലങ്ങളിൽ ഉയർന്ന ചില ആരോപണങ്ങളെ ഉപമിച്ചുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും തനിക്കെതിരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് സമ്മതിക്കാനും അദ്ദേഹം തയ്യാറായി. ഏതായാലും ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുൻ മുഖ്യമന്ത്രിക്ക് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ട് അന്വേഷണ ഏജൻസി സമൻസ് നൽകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത്തരം നോട്ടീസുകൾ ലഭിച്ചാൽ കോടതിയെ സമീപിക്കുക അല്ലാതെ മറ്റു വഴികളില്ല. എന്നാൽ മുൻപ് കമ്പനികളും ബന്ധപ്പെട്ടവരും നൽകിയ ഹർജികൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളിയ ചരിത്രമുള്ളതിനാൽ തന്നെ ഇനി നീതിപീഠത്തിൽ നിന്ന് താൽക്കാലിക സ്റ്റേ ഉത്തരവുകൾ ലഭിക്കുന്നത് എളുപ്പമാകില്ല. അതിനാൽ വരും ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. നിലവിൽ പ്രതിപക്ഷ നേതാവ് നേരിടുന്ന ഈ സാമ്പത്തിക കേസ് കേരള രാഷ്ട്രീയത്തിൽ വലിയ അലയൊഴികളാണ് സൃഷ്ടിക്കുന്നത്. അന്വേഷണ സംഘത്തിൻ്റെ തുടർ നടപടികൾ ചോദ്യം ചെയ്യലിലേക്ക് മാത്രമല്ല, ആവശ്യമെങ്കിൽ അറസ്റ്റിലേക്ക് വരെ നീങ്ങിയേക്കാമെന്ന നിരീക്ഷണങ്ങളുമുണ്ട്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ പാർട്ടി അണികൾക്കിടയിലും അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കേസിൽ തുടർന്നുണ്ടാകുന്ന നിയമപരമായിട്ടുള്ള തിരിച്ചടികളൊക്കെ പാർട്ടിയെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതൃത്വത്തെയും ഒരേപോലെ പ്രതിരോധത്തിലാക്കുമെന്നതിൽ സംശയമില്ല.